അതിപ്രധാനമായ ഒരു അറിയിപ്പ് ഒരു ഉസ്താദ് സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുകയുണ്ടായി. ഒരുപക്ഷെ മുസ്ലിമീങ്ങൾ തന്നെ പലർക്കും ഇതുവരെ അറിയാത്ത, നമ്മളിൽ ഒരുപക്ഷെ എല്ലാവരും സ്ഥിരമായി ചെയ്തു പോകുന്ന ഒരു വലിയ തെറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ജുമാ നിസ്കാര സമയങ്ങളിൽ, ഖുതുബ ഓതുന്ന സമയങ്ങളിൽ പലരും സംസാരിക്കുന്നതായി കാണുവാൻ സാധിക്കും. വലിയൊരു അബദ്ധമാണ് നാം നിസ്സാരമായി കരുതുന്ന ആ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ആ ഉസ്താദ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅത്ത് പള്ളിയിൽ ഖതീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുഅക്ക് വന്ന വിശ്വാസികൾക്ക് നേർ തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഖുതുബയുണ്ട്. എന്താണത്? മഅശറൽ മുസ്ലിമീൻ റഹിമക്കുമുല്ലാഹ്, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ, അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർദ്. ഓ മുസ്ലിമീങ്ങളായ വിശ്വാസികളെ, ഇന്ന് ജുമുഅ ദിവസമാണ്. ജുമുഅ എന്നുള്ളത് പാവപ്പെട്ടവന്റെ ഹജ്ജും മുഅ്മിനീങ്ങളുടെ പെരുന്നാളിന്റെ ദിവസവുമാണ്. 2 ഖുതുബ 2 റകഅത്തിന്റെ സ്ഥാനത്താണ്. എന്നിട്ട് പറയും, ഇദാ സഅദൽ ഖതീബു അൽ മിമ്പർ ഫലാ യതകല്ലമന്ന അഹദ്. ഖതീബ് മിമ്പറിൽ കയറി സലാം പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഫലാ യതകല്ലമന്ന അഹദ്, നിങ്ങൾ ഒരാളും ഒരു സംസാരവും സംസാരിക്കരുത്. വമൻ തകല്ലം, ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ സംസാരിച്ചാൽ ഫഖദ് ലഗാ, അവന്റെ ജുമുഅ പാഴായി പോയി. ഫലാ ജുമുഅത ലഹു, അവന് പിന്നെ ജുമുഅ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ ഉണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട്. പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഖതീബ് ഖുതുബ ഓതുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ. ഞാൻ പറയുന്നു, വൽ ഇമാമു യഖ്തുബു, ഇമാം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്തുള്ള ആളോട് അൻസിത്, മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗാ, അവന്റെ ഈ പറഞ്ഞവന്റെ ജുമുഅ പോലും നഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, എന്റെ മഹല്ലടക്കം ഞാൻ ജുമുഅക്ക് പോയിരിക്കുമ്പോൾ മുൻപിലെ സൊഫിലും ബാക്കിലെ സൊഫിലും പുറത്തുനിന്നൊക്കെ വർത്തമാനങ്ങളാണ് കേൾക്കുക. നോക്കുമ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റൂല. നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മിറ്റിക്കാരും വലിയ ആൾക്കാരാ. അത്രയും വലിയ ആളുകളാണ്. അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിക്കണമെന്ന് അറിയില്ല. എന്തായാലും എന്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും, ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും. ഖതീബ് സലാം പറഞ്ഞ് ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെ ഒരക്ഷരം വായ കൊണ്ട് മിണ്ടരുത്. മിണ്ടുന്നവരോട് മിണ്ടരുതെന്ന് പറയാനും പാടില്ല. അത്ര ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവന്റെ ജുമുഅ നഷ്ടപ്പെട്ടു പോകും. കാരണം ഖുതുബ 2 റകഅത്തിന്റെ സ്ഥാനത്താണ്. ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടുകയില്ലേ? അതുപോലെ ഖുതുബ 2 റകഅത്തിന്റെ സ്ഥാനത്താണ്. ഖുതുബയിൽ ശാന്തമായി ആ ഖുതുബ കേൾക്കുക എന്നല്ലാതെ ഒരാളും സംസാരിക്കരുത്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, കേൾക്കുക, പകർത്തുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കഴിവിന്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിത് ഷെയർ ചെയ്യുന്നതിലൂടെ ആരെങ്കിലും അത് പകർത്തിയാൽ അതിന്റെ ഒരു പ്രതിഫലം, ഒരു കൂലി നമുക്കും അള്ളാഹു നൽകുന്നതാണ്. നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും